സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. പുതിയ ചരിത്രം കുറിച്ച് കോട്ടയം മേഖല PYPA 2025 ജൂൺ മാസം 1-ാം തീയതി പുതിയ ഭരണസമിതി നിലവിൽ വന്നു. പ്രസിഡന്റ് ബ്രദർ സാം പ്രസാദ്, വൈസ് പ്രസിഡന്റ് ബ്രദർ ഫിലിപ്പ് ജെയിംസ്, ബ്രദർ ബിജിൽ ജോർജി ചെറിയാൻ, സെക്രട്ടറി ബ്രദർ ജെബിൻ ജെയിംസ്, ജോയിന്റ് സെക്രട്ടറി ബ്രദർ ജുബിൻ സി കുര്യൻ, ബ്രദർ ബിബിൻ വർഗീസ്, ട്രഷറർ ബ്രദർ ജസൻ ഫിലിപ്പ് ജോർജ്, പബ്ലിസിറ്റി കൺവീനർ ബ്രദർ പോൾസൻ ടി സ്കറിയ. ചരിത്രത്തിൽ ആദ്യമായി 8 സഹോദരന്മാർ എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ വന്ന ആദ്യ ഭരണസമിതിയായി 2025-2029 ഭരണസമിതി ചരിത്രം സൃഷ്ടിച്ചു. അന്ന് നടന്ന ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പാസ്റ്റർ ഷാൻസ് ബേബി, ഇവാഞ്ചലിസ്റ്റ് ജോഷി ജോസഫ് സാം എന്നിവരെ ഉപദേശ സമിതി അംഗങ്ങളായി നിയമിച്ചു. മേഖലയുടെ ആദ്യ കമ്മിറ്റി യോഗം ജൂൺ മാസം 21 ഞായറാഴ്ച നടത്തപ്പെട്ടു. 40-ലധികം വരുന്ന സബ് കമ്മിറ്റിയെ അന്നേ ദിവസം തിരഞ്ഞെടുത്തു. പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ: ഭൂരഹിതർക്കൊരു ഭൂമി. സാമ്പത്തികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അന്തിയുറങ്ങാൻ ഒരിറ്റു ഭൂമിയോ വീടോ ഇല്ലാത്ത നിർധനരായ ഒരു ദൈവദാസനോ ഒരു വ്യക്തിക്കോ 5 സെന്റ് സ്ഥലം മേഖല PYPA വാങ്ങി നൽകുന്ന മഹത്തരമായ ഒരു പദ്ധതിയാണ് ഭൂരഹിതർക്ക് ഒരു ഭൂമി. സ്ഥലമേറ്റെടുത്താൽ വീട് വെച്ച് നൽകാമെന്ന് നിരവധി ആളുകൾ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചെറിയ സംഭാവനകൾ ഈ മഹത്തരമായ പദ്ധതിയെ സാക്ഷാത്കരിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ഈ മഹത്തരമായ പദ്ധതിയിൽ നിങ്ങൾക്കും കൈത്താങ്ങാകാം. പോസ്റ്റ് ഗ്രാജുവേഷൻ പഠന സഹായം. സുവിശേഷ വേല ചെയ്യുവാൻ താൽപ്പര്യമുള്ള എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത പ്രിയ സഹോദരങ്ങൾക്ക് ഒരു കൈത്താങ്ങ്. തിയോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പഠിതാക്കൾക്ക് ചെലവാകുന്ന മുഴുവൻ ഫീസും ഈ പദ്ധതിയിലൂടെ ഞങ്ങൾ നൽകുന്നു. യേശുവിൻ്റെ സാക്ഷികളാകുക എന്നുള്ള മഹത്തായ സന്ദേശം ലോകത്തെ അറിയിക്കുക എന്ന ദൗത്യവുമായി നടപ്പാക്കുന്ന പദ്ധതിയാണിത്. ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ. കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ സത്യസുവിശേഷവുമായി പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനായി ഒരു സുവിശേഷീകരണ ടീമിനെ തന്നെ കോട്ടയം മേഖല PYPAയുടെ നേതൃത്വത്തിൽ വാർത്തെടുക്കും. ദൃശ്യ ആവിഷ്കാരമായി പദ്ധതി പൂർത്തീകരിക്കും. 100ഓളം സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് സുവിശേഷം അറിയിക്കുക എന്നതാണ് ഏക ലക്ഷ്യം. സ്കൂൾ കോളേജ് പഠന സഹായം. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിന് സഹായമെത്തിക്കുന്ന പദ്ധതി. 100 കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് ചെലവാകുന്ന സാമ്പത്തിക സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ഏറ്റവും അർഹരായ സമൂഹത്തിൽ താഴെക്കിടയിൽ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന ഇതര സമൂഹത്തിലുള്ള ആളുകൾക്കും ഈ പദ്ധതിയിലൂടെ സഹായം എത്തിച്ചു നൽകും. മഹത്തരമായ ഈ പദ്ധതിക്ക് ഭാരിച്ച ഒരു തുക ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളെ സഹായിക്കാൻ താൽപ്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പദ്ധതിയിൽ ഒരു ഭാഗമാകുവാൻ സാധിക്കും. സമൃദ്ധി പൊതിച്ചോർ വിതരണം. പൊതിച്ചോർ വിതരണം ആശുപത്രികളിൽ രോഗികൾക്കും കൂട്ട് ഇരിപ്പുകാർക്കും ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കുന്ന പദ്ധതിയാണ്. എല്ലാ മാസവും കൃത്യമായ രീതിയിൽ വിവിധ സെൻറ്ററുകളുടെയും സഭകളുടെയും നിയന്ത്രണത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പൊതിച്ചോർ വിതരണ പദ്ധതി മേഖലയുടെ കൈത്താങ്ങലുകളും സാമ്പത്തിക സഹായവും ഉൾപ്പെടുത്തി വരുന്ന 48 മാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പദ്ധതിയാണ് ഇത്. ബൈബിൾ റീഡിംഗ് ചലഞ്ച്.
2026 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് ബൈബിൾ റീഡിംഗ് ചലഞ്ച്. 90 ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ മൊത്തം വായിച്ചു തീർക്കുന്ന രീതിയാണ് അവലംബിക്കുന്നത്. സിലബസ് ക്രമീകരിച്ചാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് ചേരാം. ഒരു തവണയെങ്കിലും ബൈബിൾ മൊത്തമായി വായിക്കണം എന്ന ആശയത്തിൽ ചെയ്യുന്ന പദ്ധതിയാണിത്. ദിവസവും 10 മിനിറ്റ് മാറ്റിവെച്ച് ബൈബിൾ വായിക്കുക. ഈ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുമായി ബന്ധപ്പെടാം. പ്രായഭേദമന്യേ ബൈബിൾ വായിക്കുവാൻ ആഗ്രഹമുള്ള ആർക്കും ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കാം. കാത്തിരിപ്പ് യോഗങ്ങൾ. പൂർവ്വ പിതാക്കന്മാർ ചെയ്തു വന്നതുപോലെ അഭിഷേകം പ്രാപിക്കുവാനായി ഒരുക്കുന്ന കാത്തിരിപ്പ് യോഗങ്ങൾ വിവിധ സഭകളുടെയും സെൻറ്ററുകളുടെയും ചുമതലയിൽ ക്രമീകരിക്കുന്നു. യോഗങ്ങൾ പൂർണ്ണമായി പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്തു വരുന്നതാണ്. ആദ്യത്തെ 3 യോഗങ്ങൾ കോട്ടയം മേഖല PYPയെയും താഴെ പറയുന്ന സഭാ PYPയെയും സംയുക്തമായി നടത്തുന്നതാണ്. സിയോൺ ടാബർനാക്കൽ കോട്ടയം, എബനേസർ പുതുപ്പള്ളി, ഫിലദൽഫിയ കാവാലച്ചിറ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം. 100 പേരടങ്ങുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമുമായി കോട്ടയം മേഖല PYPA. ദുരന്ത നിവാരണ രംഗത്ത് കൈത്താങ്ങലായി എത്തുന്ന ഒരു കൂട്ടം യുവാക്കൾ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പ്രതിജ്ഞാബദ്ധരായി ഒരുമിച്ച് സംഘടിക്കുന്നു. സേവനത്തിനായി രക്ഷിക്കപ്പെട്ട PYPA അംഗങ്ങൾ ഒരുക്കുന്ന സാമൂഹിക സേവന പദ്ധതിയാണ് ഇത്. യൂത്ത് എൻറിച്ച്. 2 മാസം കൂടുമ്പോൾ കോട്ടയം മേഖല PYPയുടെ ഓൺലൈൻ വാർത്താ മാധ്യമമാണ് യൂത്ത് എൻറിച്ച്. മേഖലാ വാർത്തകളും അതോടൊപ്പം സെൻറ്റർ PYPA, ലോക്കൽ PYPA എന്നിവിടങ്ങളിൽ നിന്നുള്ള വാർത്തകളും ഇതിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ദൈവദാസന്മാരുടെയും PYPA അംഗങ്ങളുടെയും സർഗാത്മക രചനകൾ ഇതിൽ പ്രസിദ്ധീകരിക്കുന്നു. യൂത്ത് എൻറിച്ചിൻ്റെ മുഴുവൻ ചെലവും വഹിക്കുന്നത് കോട്ടയം മേഖല PYPA മുൻ ജോയിൻറ്റ് സെക്രട്ടറി ബ്രദർ മാത്യു ജോൺ, മട്ടു USA ആണ്. മേഖല PYPA ക്രമീകരിച്ചിരിക്കുന്ന ശക്തമായ പ്രൊജക്റ്റുകൾ സാമൂഹിക സേവനത്തിന് വേണ്ടി ആത്മാർത്ഥമായ പോരാട്ടം നയിക്കുന്ന പുതിയ ടീമിലെ ഭരണസമിതിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സഹായങ്ങൾ ആവശ്യമാണ്. മുൻ വർഷങ്ങളിൽ സോണൽ PYPയ്ക്ക് നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും ഞങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരാണ്. നെഹമ്യാവ് ദൈവസന്നിധിയിൽ പറഞ്ഞതുപോലെ, യഹോവയായ ദൈവം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിപ്പിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ ഞങ്ങൾ ദൈവത്തിനായി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നു. നിങ്ങളുടെ കരുതലും സ്നേഹവും സഹകരണവും ഞങ്ങൾ ചോദിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായി ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ടീം കോട്ടയം മേഖല PYPA.